ഈ മണ്ടത്തരങ്ങൾ ബേസ് ചെയ്തിട്ടാണോ നിങ്ങളെ ചികിത്സിച്ചവരും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങൾക്ക് മൈഗ്രെയിൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. നമ്മുടെ സമൂഹത്തിൽ മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ചും മറ്റുള്ള പല രോഗങ്ങളെക്കുറിച്ചുള്ള പോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരന്നിരിക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് ഈ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, തലവേദനയോടൊപ്പം ഛർദ്ദിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മൈഗ്രെയിൻ ആണ് എന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് മാത്രം തലവേദനിക്കുന്ന ആളുകളെല്ലാം എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാറുമുണ്ട്. മൂന്നാമതായിട്ട്, മാറാത്ത തലവേദനകളെല്ലാം മൈഗ്രെയിൻ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായവും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് വളരെ വർഷങ്ങളായിട്ട് സ്കൂൾ കാലം തൊട്ട് എനിക്ക് തലവേദനയുണ്ട്, അതല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് പല ചികിത്സകളും എടുത്തിട്ട് മാറുന്നില്ല എന്ന് പറയുന്ന എല്ലാ തലവേദനകളെയും ഒറ്റ വാക്കിൽ മൈഗ്രെയിൻ എന്ന് പറയപ്പെടുന്നു. ടേസ്റ്റ്, സ്മെല്ല് മുതലായ സെൻസസിനോടെല്ലാം ഹൈപ്പർ സെൻസിറ്റീവ് ഉള്ള ആളുകൾ, അതായത് ലൈറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, സൗണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, സ്മെൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നുള്ള ആളുകളെല്ലാം എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് ചിന്തിച്ചിരിക്കുന്നതും കാണാറുണ്ട്. അഞ്ചാമതായിട്ട്, യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തലവേദന, അതല്ലെങ്കിൽ ആഹാര ക്രമീകരണങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന തലവേദനകൾക്കെല്ലാം ആളുകൾ മൈഗ്രെയിൻ എന്ന് വിളിച്ചു കാണുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ 5 കാരണങ്ങളും തെറ്റിദ്ധാരണകളാണെന്ന് മനസ്സിലാക്കുകയും ഈ കാരണങ്ങളോ ലക്ഷണങ്ങളോ വെച്ചിട്ടല്ല മൈഗ്രെയിൻ എന്നൊരു രോഗം ഡയഗ്നോസ് ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കുകയും അത്യാവശ്യമാണ്. പല രോഗികളുടെയും വിശദ വിവരങ്ങൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമുക്ക് കണ്ടെത്താനാവുന്നത് ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളും ആളുകൾ വെച്ചു പുലർത്തുന്നു എന്നുള്ളതും ഇത്തരം തെറ്റിദ്ധാരണകൾ ബേസ് ചെയ്തിട്ടാണ് അവരുടെ തലവേദന മൈഗ്രെയിൻ എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുമാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ തന്നെയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ മാത്രമാണോ എന്ന് സംശയമുള്ളവർ താഴെ കമന്റ് ചെയ്യുമല്ലോ.